அம்மா, நேத்து கோவில்ல பார்த்த அந்த மலையாளத்தை வந்துட்டு இருக்கான். அவனுக்கு திமிரு கொஞ்சம் ஜாஸ்தி. நீங்க பாருங்க இப்ப நான் என்ன செய்ய போறேன்னு. இனிமே அவன் எங்க வர போறான்? போய்ட்டான். என்னடா இவ்வளவு திமிரா உனக்கு? என்ன സൈക്കിൾ അയോഗ്യ പയ്യന എന്നെ ഇടിച്ചിട്ടതിന് സമാധാനം പറഞ്ഞിട്ടേ ഞാൻ സൈക്കിൾ ഇവിടുന്ന് മാറ്റുന്നുള്ളൂ. ഏയ്, നീ யார்கிட்ட மோதிரம் தெரியுமா? தேவர் சகோதரன் கேட்ட இந்த ஊரே நடுங்கும். இது அவங்க ஒரே தங்கச்சி. ഏത് ഭൂലൻ ദേവി ആയിരുന്നാലും എന്റെ അടുത്ത് സമാധാനം പറഞ്ഞിട്ട് ഈ വണ്ടി ഇവിടുന്ന് മുന്നോട്ട് പോകും. ഏയ്, മലയാളത്തനെ മര്യാദ சொல்ற സൈക്കിൾ എടാ. ഓടി ഓടിനാ എന്നടാ சொன்னே? എടാന്ന് വിളിച്ചാ എടിന്ന് തിരിച്ചു വിളിക്കാനാ മലയാളികൾ പഠിച്ചിട്ടുള്ളത്. എടി എടി എടി. എന്നടാ പാക്കറേ, പോയി അവനെ അടിച്ച കൈ കാലല്ലോ ഓടേ. വാടാ ഇങ്ങോട്ട്. അടിക്കാൻ എന്റെ കൈയും കാലും അങ്ങോട്ട് നീട്ടി വെച്ചിരാം. എന്റെ ദേഹത്തോട്ട് അടിച്ചിന്റെ പല്ലറക്കും നിന്റെ എല്ലും. அம்மா, அது வந்து நான் அடிச்சிட்டு வா. நீ வா. இந்த பைத்தியக்காரங்கிட்ட பேசி பிரயோஜனம் இல்ல. அண்ணனுங்க கிட்ட சொல்லி இவன் பேசாத அளவுக்கு ஊமையாக்கணும். ഓ, അവരടുത്ത് പോയി പറ എന്നെ ഊമയാക്കാൻ. തമിഴ് എനിക്കും അറിയാം, വട്ട് നിനക്ക്, നിന്റെ അണ്ണന്മാർക്ക്. ആ തേവർമാരോട് പോയി പറഞ്ഞേക്ക് ഈ പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ. രാജഭരണമൊക്കെ പോയിട്ട് 4 കുറയായി. പുരിഞ്ചിതാ. എടാ, തേവന്മാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്റെ തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും മുടക്കിപ്പോയി. ഓ, ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടോ. അതെന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നെ അവര് തട്ടണയും നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് അരിഞ്ഞ് ചില്ലി ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്തം ഉണ്ടാവും, കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോണിച്ചു പുണ്യാളാ. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തിയല്ലേ? നേടാ മോനെ, എടുക്കാൻ പറ്റാവുന്നേ പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ, സ്നേഹ, പിന്നെ ഇഷ്ടം. ഈ കുഷ്ടം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രേമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പം നോക്കാം. അവിടെ നിക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ. സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? മതി, എനിക്കത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കന്നെ ഈ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ ഇടിയിട്ട് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടി നോക്കി. നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കണം. കൊച്ചപ്പി, മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ടുവച്ചപ്പി. നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ല് ഷെയറിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സുതി കാണുന്നില്ല. ആരും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണം? വെള്ളരിക്കാണ് പടവലങ്ങയുടെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർ പെണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതേ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെന്ന് എഴുതി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ പട്ടിയില്ലാത്ത നന്ദി. എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് അന്നെ വേണ്ട തല്ലാൻ. സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. ശബ്ദിക്കരുത്. ആഹാ, മനസ്സിലായടാ. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ? നമുക്ക് കാണടാ. കൊച്ചാപ്പിയുടെ അപ്പൻ. ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ നീ ചോദിക്കാൻ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. അതല്ല, പക്ഷെ ഞാൻ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഓഹോ, അപ്പൊ ഇതാണ് തേവർമാരുടെ അരമന. അയ്യാ അയ്യാ. ஏய், யாருப்பா? അന്നേ വണക്കം. என்ன வேணும்?
ஓ பிச்சைக்காரனா? ஐயா நான் ஒரு வேலை தேடி வந்த ஒரு அப்பாவிங்க ஐயா, ஏதாவது வேலை போட்டு போடுங்க ஐயா. இங்க வேலைலாம் கிடையாது, போப்பா. போவ சொல்றதுக்கு நீ யார? எனக்கு அசமான பாக்கணும். என்னடா சொன்ன? போட வெளிய. போடா. ஐயா வணக்கம். என்னங்க டேய், யாராங்க? ஐயா வணக்கம். வணக்கம் சாமியே. யாரா நீ? என்ன வேணும்? ஐயா 2 நாளுமே நான் ஒண்ணுமே சாப்பிடல ஐயா. இங்க ஏதாவது வேலை கொடுத்தா நீங்க புண்ணியமா இருக்க ஐயா. யாரடா நீ? உனக்கு எந்த ஊரு? ஊரு பால்காடு, பேர் பொன்னிச்சாமி. ஓ நம்ம ஊரு. ஆமா ஐயா. உனக்கு என்ன வேலை தெரியும்? எனக்கு எல்லா வேலை தெரியும் சாமியா. நம்ம நாகாலாந்து இல்ல, அங்க 4 வருஷமா நான் கூர்க்கா வேலை செஞ்சேன். நம்ம கூனூர்ல மொத்தமா 1 வருஷமா குதிரை வண்டி ஓட்டுறேன். டேய், குதிரை ஓட்டுறதுக்குள்ள இங்க வேற ஆள் இருக்கு. அப்படி எல்லாம் சொல்லாதீங்க சாமியா. வேற எந்த வேலை நான் செய்யறேன். உங்க குழந்தைய பாக்குறேன், உங்க பொண்டாட்டியா பாக்குறேன். வேற எந்த வேலையும் செய்யற சாமியா. இல்லன்னா நான் சத்து போயிடுவேன் சாமியா. எங்க அம்மாவுக்கு வாதம், அப்பாவுக்கு பித்தம், முத்தப்பாவுக்கு ஷயம், தங்கச்சிக்கு கல்யாணம். அப்பா அம்மா தங்கச்சி தங்கச்சம் பாட்டி பட்டி பட்னி எல்லாரையும் சேர்த்து எங்க குடும்பம் பெரிய குடும்பங்க. எல்லாத்துக்கும் நான் தான் துணையா. வேலை கிடைக்கல, என் ஃபேமிலி மொத்தமா விஷத்தை சாப்பிட்டு சத்து போடும் ஐயா. ஐயா அழுதா கூட இங்க வேலை கிடையாதுடா. ஐயா அப்படி ஒண்ணும் சொல்லாதீங்க அண்ணா. அண்ணா அண்ணே அவரை பார்த்தா பாவமா இருக்கு, ஏதாவது வேலை போட்டு கொடுங்க. என் தங்கச்சி சொல்லிட்டா அப்புறம் நான் வேண்டான்னு சொல்லுவேனா? கேட்டியடா? என் தங்கச்சி சொன்னதுனால உனக்கு வேலை கிடைச்சிருக்கு. சரி சரி, ஒழுங்கா வேலை பார்க்கணும். இந்த உபகாரத்தை நான் மறக்க மாட்டீங்க ஐயா. இது தேவர் பரம்பரை. இங்க ஏதாவது கோல்மால் பண்ணின உன்னை அப்படி நான் குல்மால் பண்ண மாட்டேங்க ஐயா. ஓட்டிட்டு போடாது. போட ஐயா வணக்கம். அண்ணா வணக்கம். தடியா வணக்கம். தடியா வணக்கம். வாடா வாடா. இனிமே நீ தங்க போற இடம் இது இல்ல, இதுதான். இது வந்து எனக்கு குழப்பம் இல்லையா? ஆமா, அது எனக்கு நல்லா தெரியும். நீ எனக்கு ஒரு குழப்பமும் பண்ணாம இருந்தா போதும். ஐயா என்னால உங்களுக்கு எந்த தொந்தரவும் வராது ஐயா. நீ தேவர்கிட்ட சொன்னதெல்லாம் பொய்ன்னு எனக்கு தெரியும். பொய்யா? ஆமா, குதிரை ஓட்ட தெரியும் நீ சொன்னல, மாட்டையாவது உனக்கு ஓட்ட தெரியுமாடா? ஆனா போயா, மனுஷன் வந்து சுவா கிரகத்துல தங்கறதுக்கு பிளான் பண்ற அந்த டைம்ல உங்க பெரிய குதிரை வண்டி விஷயம். இந்த மாதிரி பெரிய வார்த்தைகள்லாம் நீ என்கிட்ட பேசக்கூடாது. இங்க நான் தான் சீனியர். என்ன ஓவர்டேக் பண்றதுக்கு நீ ஏதாவது செஞ்சுட்டா அப்ப பார். ஏய் மிரட்டுறியா? மிரட்டுறியாடா? டேய் உனக்கு என்ன தெரியாது. பேசாம வாயா மூடுறா. டேய் இவ்வளவு நேரம் நீ பேசுன, நின்ற மூஞ்சி கண்டால அறியாது எனக்கு கள்ள லட்சணம். அதனால முன்னாடியே சொல்லி வைக்கிறேன், இந்த பொன்னிச்சாமி கிட்ட நீ விளையாட வந்த இனிமே உன்னை இங்க இருக்க விட மாட்டேன். இந்த ஊர்ல தெருவு நாய் அலையிற மாதிரி உன்னை நான் அலைய வச்சிருவேன். நான் எப்படி அலைய தெரியுமா? எப்படி? இப்படிதான். ஜாகிரதை. அட போயா கடவுளே, இப்ப நான் என்ன பண்ணுவேன்? സാറിനൊരു കത്തുണ്ട്. പ്രിയപ്പെട്ട ഉണ്ണിക്ക് നീ അയച്ച കത്ത് കിട്ടി. നിനക്കവിടെ സുഖമാണെന്ന് അറിഞ്ഞിൽ സന്തോഷിക്കുന്നു. നിന്റെ കാര്യങ്ങൾ നോക്കാൻ കൊച്ചാപ്പി അവിടെ ഉള്ളതാ അമ്മയ്ക്ക് ആകെ ഒരു സമാധാനം. നമ്മുടെ സുമതിക്കൊരു കല്യാണാലോചന വന്നിരുന്നു, അതും മുടങ്ങി. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാ ഞാൻ ഈ കത്തെഴുതുന്നത്. മറ്റൊന്നുമല്ല, നിന്റെ കല്യാണക്കാരൻ തന്നെ. നല്ല തറവാട്ടുകാരാ. പെൺകുട്ടിയെ ഞാൻ പോയി കണ്ടു. നിനക്ക് നല്ല ചേർച്ചയാ. നിന്റെ അച്ഛന്റെ എല്ലാ കൊള്ളരുതായ്മകളും അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഈ കല്യാണം നടത്തുന്നതിൽ സമ്മതമാണ്. എന്താ മോന്റെ അഭിപ്രായം? ഉടനെ മറുപടി എഴുതണം. സ്നേഹപൂർവ്വം, സ്വന്തം അമ്മ. ഇനി ആലോചനകളൊന്നും വേണ്ടമ്മേ. എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അമ്മയുടെ മരുമകളായിട്ട്. உண்டோ உனக்கு மூஞ்சில கண்ணு தெரியாதா? കൊച്ചാപ്പി, കൊച്ചാപ്പിയോ? അതെന്തിനാപ്പി? വേണമെങ്കിൽ വളി വിട്ടു പോടാ. കൊച്ചാപ്പി നിനക്ക് എന്ത് പറ്റി? யாரோ கொச்சாப்பி? நான் தான் பொன்னிச்சாமியா? പൊന്നിച്ചാമിയാ?
കൊച്ചാപ്പി എപ്പോഴാ പൊന്നിച്ചാമിയായത്? ஓஹோ நீ தான் அந்த கேரளாவில இருந்து வந்து இங்க தொல்லை கொடுக்கிற மலையாளி பைத்தியக்காரனா? அம்மா இந்த ஆளு பெரிய குடிக்காரா, தண்ணியா குடிச்சு குடிச்சு பெரிய பைத்தியக்காரன் ஆயிட்டா. இந்த ஆளுக்கு கேரளாவில ஒரு க்ளோஸ் ஃப்ரெண்ட் இருந்தா, ஒரு குதிரை வண்டிக்காரன் கொச்சாப்பிய. அந்த ஆளு கூட தண்ணியா சாப்பிட்டு சாப்பிட்டு இறந்து போனா. அதுக்கப்புறம் எந்த குதிரை வண்டிக்காரனை பார்த்தாலும் ஒரு நிமிஷம் എനിക്ക് വട്ടാണെന്ന് നീ എന്തിനാണ് പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലേ? നിനക്ക് വട്ടില്ലേ കുറച്ച്? മനസ്സിലായടാ, സീത എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയത് അതിന്റെ ഈ അസൂയ. അതുകൊണ്ടല്ലേ നിസ്സാര കാരണത്തിൽ നീ എന്റെ അടുത്ത് തെറ്റിപ്പിരിഞ്ഞു പോയത്. അതാ എനിക്ക് അസൂയ തന്നെയാ. എന്താ നിനക്ക് മാത്രം പ്രേമിക്കാൻ പാടുള്ളൂ? ഞാനൊരു ചെറുപ്പക്കാരൻ, ഞാനും പ്രേമിക്കും. ഞാൻ എന്താ നീ എന്നെ പേടിപ്പിക്കാ? എല്ലാ കളത്തരങ്ങളും ഞാനിപ്പോ പൊട്ടിക്കൂടാ. നമ്മൾ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണെന്നും അതിന്റെ പേര് കൊച്ചാപ്പിയാണെന്ന് ഞാനിപ്പോ വിളിച്ചു. போடா போடா புண்ணாக்கு போடாத தப்பு கணக்கு. ஐயோ, அவன் சொன்னதை கேட்டா எப்படி அம்மா சிரிக்காம இருக்க முடியும்? இவனு நாலு பெரிய நண்பர்களா இருந்தானோ என் பாரு கொச்சாப்பினோ இவன் உங்ககிட்ட சொல்ல போறான்னு பைத்தியம். ഞങ്ങൾ കൂട്ടുകാരാ. ഇവന്റെ പേര് കൊച്ചാപ്പിന്നാ. അയ്യോ പൈത്യക്കാര പയ്യാ. അയ്യോ പല ചെയ്യ പോറോ പൈത്യം വന്നാ എല്ലാരും ഇപ്പഴാ. അതെ, സത്യമായിട്ടും കൈ വിടുറാ. എന്തിനാ? நம்பர் வச்சுக்க. நிறைய போய் சாராய சாப்பிட்டு அடிச்சு கிருங்கி எவனையில போய் படுத்துக்க. போடா. ഒരു സ്ട്രോങ് ചായ. എൽസി, സാറിനൊരു ചായ. അല്ല സാറേ, നമ്മുടെ കൊച്ചാപ്പി ഇപ്പൊ തേവർമാരുടെ കുതിരക്കാരനല്ലേ? അവൻ ആളാകെ മാറിപ്പോയി. കുറച്ചു മുമ്പ് ഇവിടെ വന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് കാശ് പോലും തരാതൊരു പോക്ക്. അവന്റെ വിചാരം അവൻ ഇവിടുത്തെ തേവരാന്നാ. വിവരമില്ലാത്തതിന്റെ കുഴപ്പം. കൊച്ചാപ്പിയാണ് സാറിന് തരാൻ ഒരു കത്ത് തന്നിട്ടുണ്ട്. കത്തോ? അതെ, ഇന്നെ ഏൽപ്പിക്കണമെന്നാ പറഞ്ഞത്. എടാ ഉണ്ണികൃഷ്ണ, നിന്നെ വട്ടനാക്കി സീതയുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. സാഹചര്യം അതായി പോയി. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ സീതയുടെ കുതിരക്കാരനായതും തമിഴനായതൊക്കെ നിനക്ക് വേണ്ടിയാ. നിനക്കറിയോ, ഞാൻ നിന്റെ മനസ്സിലെ മോഹം സീതയെ അറിയിച്ചു കഴിഞ്ഞു. അവൾക്ക് നിന്നെ വളരെ ഇഷ്ടാ. അവൾക്ക് നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞു. അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 11:30 മണിക്ക് നീ തേവരുടെ വീട്ടിൽ വരണം. ആരും കാണാതെ ഗേറ്റ് ചാടി ശബ്ദമുണ്ടാക്കാൻ അകത്ത് കിടക്കണം. ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ എന്നെ ശ്രദ്ധിക്കരുത്. മുകളിലത്തെ നിലയിലാണ് സീതയുടെ മുറി. ആ മുറിയിൽ മാത്രം വെളിച്ചം കാണാം. ഓടിന്റെ മുകളിൽ കൂടി കയറി നീ അവിടെ എത്തണം. അവിടെ സീത നിന്നെ കാത്തിരിക്കും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യം ഞാൻ ഏറ്റുടാ. എന്ന് നിന്റെ സ്വന്തം കൊച്ചാപ്പി. ഞാൻ വന്നു. ஐயா, வந்துட்டா
எங்க தங்கச்சி சொன்னதுனால உன்னை உயிரோட விடுற இல்ல நாயே உன்னை எதுக்காக காவலுக்கு வச்சிருக்க ஐயா நான் சொன்னது யாருமா இங்க தப்பா எடுத்துருக்காதுங்க ஐயா நாங்க வேலைக்கு வரும்போது இவன் என்கிட்ட என்ன சொன்னா தெரியுமா? என்னடா சொன்னா? நல்லா வேலை பார்க்க வேண்டாம், தேவர்கிட்ட பணம் நிறைய இருக்கு, எல்லாரும் உடம்பு பெருசு, ஆனா இங்க யாருக்கு தலையில மூளை கிடையாதுன்னு சொன்னையா. இவன் தான் சொன்னையா. எங்க விட்டு சொத்தை தின்னுட்டு எங்களுக்கு குழி பறிக்கிற இடம் நாயே. இனிமே உன்னை இங்க பார்த்தேன் உன் கைய கால வெட்டி பீஸ் 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 போடனா பொன்னுசாமி இந்த திருட்டு நாயை தூக்கி வெளியில போடு. என்னடா பாத்துட்டு சொன்னதை செய்டா. ஐயா செய்யறா. ഒരെണ്ണത്തിനും വിവരില്ല.